മൂന്ന് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ദേഷ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പിണറായി വിജയൻ എനിക്ക് മുൻപ്. പക്ഷേ ഈ ഫ്ലഡ് വന്ന സമയത്ത്, നമ്മുടെ പ്രളയം വന്ന സമയത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു സ്ഥൈര്യവും നേതൃപാടവും, അയാൾക്ക് ചെന്നൈയിൽ മയോ ക്ലിനിക്കിൽ ചെന്നൈയിൽ അപ്പോളോയിൽ ക്യാൻസറാണ് തെളിഞ്ഞു, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞ ദിവസമാണ് ഇവിടെ ഫ്ലഡ് വന്നത്. എത്രയും പെട്ടെന്ന് മയോ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്ത കേസ്, അയാൾ അവിടേക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രളയം വന്നപ്പോൾ രാത്രി 12-1 മണി വരെ അയാൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തു, അയാളുടെ ആരോഗ്യം നോക്കാതെ. അയാൾ പോയില്ല, മയോ ക്ലിനിക്കിലേക്ക് പോകാതെ ഇവിടെ നിന്ന് 1 മാസം കഴിഞ്ഞാണ് അയാൾ ചികിത്സയ്ക്ക് പോയത് ഈ കേരളത്തിൽ നിന്നിട്ട്. മറക്കുകയല്ല, കേരളം ഉള്ളിടത്തോളം കാലം അയാളുടെ ആ ഒരു നന്മ. അന്ന് ചെങ്ങന്നൂർ RDO അവിടെ ഹെലികോപ്റ്റർ വരാൻ വൈകി, RDO വരാൻ വൈകിയതുകൊണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങാൻ അരമണിക്കൂർ താമസിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചപ്പോൾ RDO പറഞ്ഞത്, സാർ ഞാൻ ഇന്നലെ രാത്രി 12 മണിക്കാണ് പോയത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായെന്ന്. അപ്പോൾ പിണറായി പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഇന്നലെ 3 മണിക്കാണ് എൻ്റെ ഓഫീസിൽ നിന്ന് പോയത്, എന്നിട്ട് ഞാൻ 6 മണിക്ക് ഇവിടെ തിരിച്ചെത്തി. അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് അയാളോട് വലിയ റെസ്പെക്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ നിപ്പ വന്നു. ലോകത്ത് നിപ്പ ഇത്ര മാന്യമായിട്ട് കൺട്രോൾ ചെയ്ത ഒരു രാജ്യം എന്നല്ല, ഇതൊരു സ്റ്റേറ്റാണ്, ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ പോലും അത് വന്നിട്ട് അവർ വിറച്ചു പോയെന്നുള്ളതാണ്. അതാണ്